ഹലോ, വെൽക്കം ടു മൈ ചാനൽ സ്റ്റെപ്പ് ടു സക്സസ്. ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ഒക്ടോബറിൽ KR നാരായണന്റെ പ്രതിമ അനാവരണം ചെയ്തത് ആരാ? ദ്രൗപദി മുർമു ആണ്. 2025 ഒക്ടോബറിൽ KR നാരായണന്റെ പ്രതിമ അനാവരണം അല്ലെങ്കിൽ അനാച്ഛാദനം അൺവെയിൽ ചെയ്തത് ദ്രൗപദി മുർമു ആണ്. എവിടെയാ? രാജ്ഭവനിലാണ്. 2025 ഒക്ടോബറിൽ KR നാരായണന്റെ പ്രതിമ അനാവരണം ചെയ്തത് ദ്രൗപദി മുർമു. ദ്രൗപദി മുർമുവിന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട മറ്റു ചില പദ്ധതികളുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ മഹാസമാധി ശതാബ്ദിയുമായി ബന്ധപ്പെട്ട 2 വർഷം നീണ്ട ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തതും ആര് തന്നെയാണ്? ദ്രൗപദി മുർമു തന്നെയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ മഹാസമാധി ശതാബ്ദി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് എത്ര വർഷം? 2 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തതും ദ്രൗപദി മുർമുവാണ്. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖല തന്നെയാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ സംസ്ഥാന വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ ഗജമുക്തി. അടുത്തിടെയായിട്ട് വന്യജീവികളുടെ ആക്രമണമൊക്കെ ഒത്തിരി നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. ആന, കടുവ, പുലിയുടെ ആക്രമണങ്ങളൊക്കെ നമ്മൾ കേരളത്തിൽ ഒരു കോമൺ ആയിട്ട് വന്നിട്ടുണ്ട്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ സംസ്ഥാന വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ഗജമുക്തി. പുത്തേഴൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? KV രാമകൃഷ്ണൻ. ഏറ്റവും ഒടുവിലായി ഈ വർഷം പുത്തേഴൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? KV രാമകൃഷ്ണൻ. സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ തേടുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് ക്രൈം മാപ്പിംഗ്. സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് ക്രൈം മാപ്പിംഗ് ആണ്. ഇതാണ് ക്രൈം മാപ്പിംഗ്. സുപ്രീം കോടതിയുടെ പുതിയ പതാകയുടെ നിറം നീലയാണ്. സുപ്രീം കോടതിയുടെ പുതിയ പതാകയുടെ നിറം എന്താണ്? നീലയാണ്. 2025 ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ഇന്ത്യയാണ്. 2025 ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ആരുടെ? ഇന്ത്യ. ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ജേതാക്കളും ആരായിരുന്നു? ഇന്ത്യയാണ്. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ജേതാക്കളും ആരായിരുന്നു? അതും ഇന്ത്യ തന്നെയായിരുന്നു. ഓക്കെ, ഏഷ്യ കപ്പ് ക്രിക്കറ്റ് വിജയികൾ, അതുപോലെ തന്നെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് വിജയികൾ. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് ജേതാക്കളും ആര് തന്നെയാണ്? ഇന്ത്യയാണ്. യെസ്. അപ്പോൾ 2025 ഒക്ടോബറിൽ KR നാരായണന്റെ പ്രതിമ അനാവരണം ചെയ്തത് ദ്രൗപദി മുർമുവാണ് രാജ്ഭവനിൽ. ശ്രീനാരായണ ഗുരുവിന്റെ മഹാസമാധി ശതാബ്ദി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട 2 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ്. അത് ഉദ്ഘാടനം ചെയ്തത് ദ്രൗപദി മുർമു തന്നെയാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനായി സംസ്ഥാന വനം വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ ഗജമുക്തി. പുത്തേഴൻ പുരസ്കാരം ലഭിച്ചത് KV രാമകൃഷ്ണനാണ്. പുത്തേഴൻ പുരസ്കാരം ലഭിച്ചത് KV രാമകൃഷ്ണൻ. സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ തേടുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി ക്രൈം മാപ്പിംഗ് ആണ്. സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി ക്രൈം മാപ്പിംഗ് ആണ്. ഓക്കെ, ദെൻ ക്ലൗഡ് 2025 റീസെൻ്റ്ലി ഞാൻ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? ക്ലൗഡ് 2025 സൈബർ ഇടങ്ങളിൽ കുട്ടികൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങളെക്കുറിച്ച് കുട്ടികളെ ബോധവാന്മാരാക്കാനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയായിരുന്നു ക്ലൗഡ് 2025. ക്ലൗഡ് 2025. ഓക്കെ, അപ്പോൾ സുപ്രീം കോടതിയുടെ പുതിയ പതാകയുടെ നിറം എന്താണ്? നീലയാണ്. 2025 ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ആരായിരുന്നു? ഇന്ത്യ. 2025 ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ഇന്ത്യ. താങ്ക് യു.